ആഷിഖ് എപ്പോഴാണ് ഈ രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്? രഞ്ജിത്ത് നേരത്തെ തന്നെ ഇടുക്കിയിൽ പുതിയ സിനിമയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അതേ ലൊക്കേഷനിൽ വെച്ചാണ് പീഡിപ്പിക്കപ്പെട്ടത് എന്നാണ്, പീഡന ശ്രമം ഉണ്ടായത് എന്നാണ് യുവനടിയുടെ പരാതി. എപ്പോഴാണ് രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്? സംവിധായകൻ രഞ്ജിത്ത് യുവനടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ രഞ്ജിത്തിനെതിരെ ഉണ്ടായിരുന്നു. രഞ്ജിത്തിനെതിരെ നേരത്തെയും 2 പീഡന പരാതികൾ ഉണ്ടായിരുന്നു. രണ്ട് പീഡന പരാതികളുടെയും കേസുകളിൽ ക്ലീൻ ചിറ്റ് ലഭിച്ച് പുതിയ സിനിമയുടെ ചിത്രീകരണത്തിന്റെ തിരക്കുകളിലായിരുന്നു രഞ്ജിത്ത്. എന്നാലും രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതും ലൈംഗിക പീഡന പരാതിയിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസിലാണ് യുവനടി കൂടിയായ, അതായത് നിലവിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രത്തിലെ നടി കൂടിയായ അഭിനേത്രി പരാതി നൽകിയിരിക്കുന്നത് രഞ്ജിത്തിനെതിരെ. മുഹമ്മദ് ആഷിഖ് ഇടുക്കിയിൽ നിന്ന് തുടരുന്നുണ്ട്. ആഷിഖ്, എപ്പോഴായിരുന്നു കസ്റ്റഡിയിലെടുത്തത് രഞ്ജിത്തിനെ? അല്പനേരം മുമ്പാണ് തൊടുപുഴ പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനുള്ളിൽ രഞ്ജിത്ത് ഉണ്ട് എന്നുള്ളതാണ്. രഞ്ജിത്തിന്റെ നിലവിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ലോ ആൻഡ് ഓർഡർ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ രംഗങ്ങൾക്കിടയിൽ വെച്ച് വളരെ മോശമായി സംവിധായകൻ രഞ്ജിത്ത് തന്നോട് പെരുമാറി എന്നുള്ള പരാതിയാണ് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു യുവ നടി DGPക്ക് നേരിട്ട് കൈമാറിയിട്ടുള്ളത്. ലോ ആൻഡ് ഓർഡർ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് DGPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. 3 ദിവസമായി FIR രജിസ്റ്റർ ചെയ്തിട്ട് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. 3 ദിവസം മുമ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIRൽ രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകളാണ് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. DGPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസിൽ പിന്നീട് DGP പ്രത്യേക നിർദ്ദേശം എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകുകയും ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 3 ദിവസവും രഞ്ജിത്ത് നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്നത്. തുടർന്ന് എറണാകുളത്ത് നിന്ന് ഇടുക്കിയിലേക്ക് ഷൂട്ടിങ്ങിന്റെ ആവശ്യത്തിനായി തന്നെയും യാത്ര ചെയ്യുന്നതിനിടയിൽ ഇടുക്കി SPയുടെ പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴയിൽ നിന്നുള്ള പ്രത്യേക സംഘം പോലീസ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ ഘട്ടത്തിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നീട് രഞ്ജിത്തിനെ കൊണ്ടുവരികയും അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഉടനടി തന്നെ എറണാകുളത്തു നിന്നുള്ള പ്രത്യേക പോലീസ് സംഘം തൊടുപുഴ സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ പോലീസ് സ്റ്റേഷനുള്ളിൽ രഞ്ജിത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ലോ ആൻഡ് ഓർഡർ എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്ന ഒരു യുവ നടിയാണ് രഞ്ജിത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് തന്നെയും പരാതി നൽകിയ DGPക്ക് നേരിട്ടാണ് പരാതി നൽകിയത്. ഈ DGPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 3 ദിവസം മുമ്പ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. രഞ്ജിത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ FIRൽ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ വിവരം വളരെ കോൺഫിഡൻഷ്യലായി തന്നെ വെക്കുവാനായിരുന്നു പോലീസിന് മേലധികാരികളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. കഴിഞ്ഞ 3 ദിവസമായി കേസെടുത്തിട്ടും ആ വിവരങ്ങൾ പുറത്തു വരാതെ സൂക്ഷിക്കുവാൻ പോലീസ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായ ചില മാനങ്ങൾ കൂടി ഈ അറസ്റ്റിനുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് രഞ്ജിത്ത് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തോടും സർക്കാരിനോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയിലൊക്കെയും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ഘട്ടം കൂടിയാണ് തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ. അതുകൊണ്ടുകൂടിയാണ് ഈ അറസ്റ്റും കേസെടുത്തത് അടക്കമുള്ള കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനുള്ള ഒരു നിലപാട് പോലീസ് സ്വീകരിച്ചത്. പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടുകൂടി കാര്യങ്ങൾ പുറത്തു വരികയായിരുന്നു. തൊടുപുഴ സ്റ്റേഷനിലേക്ക് രഞ്ജിത്തിനെ എത്തിച്ചതോടുകൂടി വിവരം പുറത്തു വരികയായിരുന്നു. ഏതായാലും എറണാകുളത്ത് നിന്ന് ഇടുക്കിയിലേക്ക് അല്പനേരം മുമ്പാണ് യാത്ര ചെയ്യുന്നതിനിടയിലാണ് രഞ്ജിത്തിനെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും തുടർന്ന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിലവിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനുള്ളിലാണ്. അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസമാണ് ഉള്ളത് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കും. അല്പനേരത്തിനകം തന്നെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പുറത്തേക്ക് രഞ്ജിത്തിനെ ഇറക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർന്ന് എറണാകുളത്ത് നിന്ന് വരുന്ന പ്രത്യേക സംഘത്തിന് സംവിധായകനെ കൈമാറുവാനാണ് ഈ ഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും വളരെ ഗൗരവമായ ഒരു കേസ് കൂടിയാണ് എന്നുള്ളത് ഇതിൽ നമ്മൾ ശ്രദ്ധിച്ച് കാണേണ്ടത്. മുൻപും ഇത്തരം സമാനമായ കേസുകൾ രഞ്ജിത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അത് വലിയ വിവാദങ്ങളും ആയിട്ടുള്ള ഒരു
സാഹചര്യവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു യുവനടിയാണ് പരാതി നൽകിയിട്ടുള്ളത് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. പക്ഷേ അതാരാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തതകൾ ഈ ഘട്ടത്തിലില്ല. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് അപമര്യാദയായി ലൈംഗിക ചുവയോടുകൂടി പെരുമാറി എന്നുള്ള പരാതിയാണ് രഞ്ജിത്തിനെതിരെ യുവനടി നൽകിയിട്ടുള്ളത് എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും രഞ്ജിത്തിനെതിരെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് എന്ന് പോലീസ് വിശദമാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 3 ദിവസമായി ഫെയർ രജിസ്റ്റർ ചെയ്ത് 3 ദിവസവും രഞ്ജിത്ത് നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട. രഞ്ജിത്തിന്റെ ഓരോ നീക്കങ്ങളും പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ഏറ്റവും ഉചിതമായ സമയം എന്ന നിലയിലാണ് അല്പനേരം മുമ്പ് എറണാകുളത്ത് നിന്ന് ഇടുക്കിയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിലവിൽ